പോലീസ് സ്റ്റേഷന് കൈത്താങ്ങുമായി വ്യവസായി. സ്റ്റേഷനിലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നിരന്തരം കേടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വ്യവസായിയും പ്രവാസിയുമായ സജീവ് പുതിയ മെഷീൻ സംഭാവനയായി നൽകിയത്. സജീവിൽ നിന്നും SI TK സുധീർ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഏറ്റുവാങ്ങി. പ്രവാസിയും വ്യവസായിയുമായ മാനടിയിൽ സജീവാണ് വടക്കൻ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ സംഭാവനയായി നൽകിയത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു ഫോട്ടോ കോപ്പി എടുക്കേണ്ട അത്യാവശ്യം വന്നു. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോ കോപ്പി എന്തോ റിപ്പയറിലായിരുന്നു. അപ്പോൾ അതെന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അവിടെ ഫോട്ടോ കോപ്പി മെഷീൻ കേടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യമാണ് ഒരു ഫോട്ടോ കോപ്പി മെഷീൻ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ സുധീർ സാറിനെ സമീപിക്കുകയും സുധീർ സാറും മറ്റെല്ലാവരും അതിന് ഒരു പ്ലസ് പോയിന്റ് പറയുകയും ചെയ്തു. അതുകൊണ്ട് ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ കോപ്പി മെഷീൻ ഇവിടെ ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സ്റ്റേഷനിലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നിരന്തരം കേടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ മെഷീൻ വാങ്ങി നൽകിയത്. സജീവിൽ നിന്നും SI TK സുധീർ മെഷീൻ ഏറ്റുവാങ്ങി. പ്രവാസി ബിസിനസ്സുകാരനായ ശ്രീ സജിച്ചേട്ടൻ സജീവ് മാനാടിയിലെ നമ്മുടെ സ്റ്റേഷന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അദ്ദേഹത്തിന്റെ സന്മനസ്സോട് നമുക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേഷന്റെ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലേക്ക് ഇത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ബന്ധുക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നന്ദി. ഈ സമയം സ്റ്റേഷൻ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് TK സുധീർ ഞാൻ എന്റെ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ ASIമാരായ CA അൻസാർ, മുഹമ്മദ് റിയാസ്, മുസ്ലിം ലീഗ് പറവൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KK അബ്ദുള്ള, സജീവ് അഞ്ചപ്പാലം, ബിന്നി, രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.